Good morning, students. MA Higher Secondary School ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാത്തമാറ്റിക്സിന്റെ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട രണ്ട് ചാപ്റ്റേഴ്സ് ആണ് സർക്കിൾസ് ആൻഡ് ടാൻജൻസ്. അത് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക, പോയിന്റ്സുകൾ നോട്ട് ചെയ്യുക, അതുപോലെ തന്നെ പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഇവിടെ കാണിക്കും. അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് നോട്ടിൽ ചെയ്ത് നോക്കുക. ഓക്കെ, തുടങ്ങല്ലോ നമുക്ക്. ഓക്കെ, ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത് സർക്കിൾസ് ആണ്. നമുക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് സർക്കിൾസ്. സർക്കിൾസ് എന്ന ചാപ്റ്റർ എല്ലാ പോയിന്റ്സും നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം, എന്നാലേ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ഞാന് സർക്കിളിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഇവിടെ പറയുന്നുണ്ട്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു സെമി സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. ഇവിടെ ശ്രദ്ധിക്കുക, ഇതാണ് സെമി സർക്കിൾ. ഇവിടെ എ ബി കണ്ടോ, എ ബി. ഈ എ ബി ആണ് ഡയമീറ്റർ. ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ എ ബി ആണ്. ഇനി എ എന്ന പോയിന്റിൽ നിന്നും ബി എന്ന പോയിന്റിൽ നിന്നും ഓരോ ലൈൻ കൊടുത്തിട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കണം. എ എന്ന ലൈൻ, ബി എന്ന ലൈൻ, ഈ രണ്ട് ലൈനും കൂടെ ജോയിൻ ചെയ്തിട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കി. ഇതിന് വേണമെങ്കിൽ നമുക്ക് പേര് കൊടുക്കാം, പി എന്ന് പേര് കൊടുക്കാം. ഈ ആംഗിളിന്റെ പേര് ആംഗിൾ എ പി ബി. ആംഗിൾ എ പി ബി. ഇത് നിങ്ങൾ അളന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 90 ഡിഗ്രി ആണെന്ന്. ഒരു സെമി സർക്കിൾ വരച്ചിട്ട് ഡയമീറ്ററിന്റെ രണ്ട് അറ്റങ്ങൾ ജോയിൻ ചെയ്ത് ഓൺ ദ സർക്കിളിൽ ഇവിടെ തന്നെ ആംഗിൾ ഉണ്ടാക്കണം. ഇവിടെ ഉണ്ടാക്കാം, ഇവിടെ ഉണ്ടാക്കാം, ഇവിടെ ഉണ്ടാക്കാം. എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ ഞാനൊന്ന് ഉണ്ടാക്കി ഈ പോയിന്റ്. അപ്പോ ആംഗിൾ എ പി ബി 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ എ ക്യു ബിയും 90 ഡിഗ്രി ആയിരിക്കും. ഇതാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത്. ഒരു സെമി സർക്കിളിലെ ആംഗിൾസ് 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി അതിലെ രണ്ടാമത്തെ പോയിന്റ് നോക്കുക. അഗെയിൻ ഞാൻ ഒരു സെമി സർക്കിൾ വരച്ചിട്ടുണ്ട്. ഈ സെമി സർക്കിളിൽ എ ഡയമീറ്ററിന്റെ ഒരറ്റം എ, ഒരറ്റം ബി, ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് സർക്കിളിന്റെ പുറത്ത് ഒരു ആംഗിൾ ഉണ്ടാക്കി. പുറത്തൊരു ആംഗിൾ ഉണ്ടാക്കി. ഇത് 90 ഡിഗ്രിക്ക് കുറവായിരിക്കും. അപ്പൊ ഞാൻ ഈ ആംഗിൾ ഇ എന്ന് പേര് കൊടുത്തു.
ആംഗിൾ എ ഇ ബി കണ്ടോ, എ ബി ഈ രണ്ട് പോയിന്റിൽ നിന്നും ഒരു ആംഗിൾ ഉണ്ടാക്കിയല്ലോ. അത് എവിടെയാണ്? ആ സെമി സർക്കിളിന്റെ പുറത്താണ്. ഈ സെമി സർക്കിളിന്റെ പുറത്തുണ്ടാക്കുന്ന ആംഗിള് ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. ലെസ് ദാൻ 90 ഡിഗ്രി. ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ ആംഗിൾ എ ഇ ബി എന്ന് പറയുന്നത് അപ്പൊ അതൊരു 85 വരാം, 70 ഡിഗ്രി വരാം, 60 ഡിഗ്രി വരാം. 90 ഡിഗ്രിക്ക് താഴെ ഏത് ആംഗിളും വരാൻ പറ്റും. ഇനി അടുത്ത പോയിന്റ് ഇവിടെ ശ്രദ്ധിക്കേ. അത് ക്ലിയർ ആണല്ലോ. ഫസ്റ്റ് പോയിന്റ്, ഒരു സെമി സർക്കിളിലെ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. രണ്ടാമത്തെ പോയിന്റ്, സെമി സർക്കിളിന് ഔട്ട്സൈഡിലാണെങ്കിൽ ആംഗിൾ ഔട്ട്സൈഡ് ആണ് വരുന്നതെങ്കിൽ അത് 90 ഡിഗ്രിക്ക് താഴെയായിരിക്കും, ലെസ് ദാൻ 90 ഡിഗ്രി. ഇനി നോക്കുക, ഓൺ അപ്പൊ ഓൺ ദ സർക്കിൾ നമ്മൾ പറഞ്ഞു 90 ഡിഗ്രി ആണ്. ഇനി അത് നോക്കണ്ട. ഇനി ഇവിടെ വരികയാണ് ജി പേര് കൊടുത്തു. ഇതെവിടെയാണ്? സെമി സർക്കിളിന്റെ ഉള്ളിലാണ് വരുന്നത്. സെമി സർക്കിളിന്റെ ഉള്ളിലാണെങ്കിൽ 90 ഡിഗ്രി ആയിരിക്കും. ഇതൊരു 110 അല്ലെങ്കിൽ 120 130 ഒക്കെ വരാൻ പറ്റും. ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. എ ജി ബി ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. ഓക്കെ, ഈ പോയിന്റ് അത് ശ്രദ്ധിക്കാം. ഓൺ ദ സർക്കിൾ ആണെങ്കിൽ 90 ഡിഗ്രി, ഔട്ട്സൈഡ് ആണ്, ഔട്ട്സൈഡ് ദ സർക്കിൾ ആണെങ്കിൽ ലെസ് ദാൻ 90 ഡിഗ്രി, ഇൻസൈഡ് ദ സർക്കിൾ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. ഈ പോയിന്റ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് പഠിക്കേണ്ട കാര്യം. ക്വസ്റ്റ്യൻ പേപ്പർ നല്ലോണം ശ്രദ്ധിച്ചു നോക്കിയിട്ട് വളരെ കൃത്യമായിട്ടാണ് ആൻസർ ചെയ്യേണ്ടത്. ഈ പോയിന്റ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നമ്മൾ പറയുന്നത്, മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് നോക്ക്. ഒരു സർക്കിൾ എ ബി കണ്ടോ, എ ടു ബി. ഇതൊരു സെമി സർക്കിൾ അല്ല, കാണുമ്പോ തന്നെ അറിയാം ഒരു ഫുൾ സെമി സർക്കിൾ അല്ല, ഒരു സർക്കിളിന്റെ ഒരു പാർട്ടേ ഉള്ളൂ, സർക്കിളിന്റെ ഒരു കഷ്ണം. ഈ എ ബിയെ വിളിക്കുന്ന പേര് ആർക്ക് എന്നാണ്. ആർക്ക്. എ ബി ഈസ് ആൻ ആർക്ക്. ഇനി ഇപ്പുറത്ത് വരുന്ന ഭാഗം ഒരു ചെറിയ കഷ്ണമുണ്ട്, ഒരു വലിയ കഷ്ണമുണ്ട്. നോക്കുക, എ ടു ബി ഉണ്ടോ, ഇതാണ് ആർക്ക്. ഇനി എ ടു ബി ഇവിടെയൊക്കെ കണ്ടോ, എ ടു ബി ഇവിടെ ഒരു വലിയൊരു കഷ്ണല്ലേ കണ്ടോ, എ ടു ബി. കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഞാനൊരു പേര് ഇവിടെ കൊടുക്കാം. ഇപ്പൊ ക്ലിയർ ആയല്ലോ, രണ്ട് കഷ്ണമുണ്ട്. എ ബി എന്ന ആർക്ക് ഉണ്ട്, എ ബി എന്ന ആർക്ക് ഉണ്ട്, അതുപോലെ എ പി ബി എന്ന് പറയുന്ന വേറൊരു ആർക്ക് ഉണ്ട്. ഈ രണ്ടാമത്തെ ആർക്കിനെ പറയുന്ന പേര് ഓൾട്ടർനേറ്റ് ആർക്ക് എന്ന് വിളിക്കും. ഇതിനെ ആർക്ക് എന്ന് വിളിച്ചാൽ ഇതിനെ ഓൾട്ടർനേറ്റ് ആർക്ക് എന്ന് വിളിക്കും. ഇനി വലുതിനെയാണ് നിങ്ങൾ ആർക്ക് എന്ന് വിളിക്കുന്നതെങ്കിൽ ചെറുതിനെ നിങ്ങൾക്ക് ഓൾട്ടർനേറ്റ് ആർക്ക് എന്ന് വിളിക്കാം. ചുരുക്കി പറഞ്ഞാൽ ഒരു ആർക്കും അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്ക് രണ്ടും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്കൊരു സർക്കിൾ കിട്ടും. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കാം.
ഇതാണ് അതിന്റെ സെന്റർ. ഇതാണ് സെന്റർ. സെന്ററിന് നമുക്ക് പേര് കൊടുക്കാം, O എന്ന് പേര് കൊടുക്കാം. ഇവിടെ ശ്രദ്ധിച്ചോ, എ ബി എന്ന ആർക്കിന്റെ 2 എൻ പോയിന്റ് എടുത്തിട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കിയ, ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാക്കി, പി തന്നെ ഉണ്ടാക്കാം നമുക്ക്. ഓക്കെ, ഇപ്പോ നിങ്ങൾ ഒരു ആംഗിൾ കണ്ടു ഉണ്ടല്ലോ. ഈ ആംഗിൾ എക്സ് ഡിഗ്രി ആണെന്ന് വിചാരിക്കാം, എക്സ് ഡിഗ്രി ആണെന്ന് വിചാരിക്കുക ഈ ആംഗിൾ. അപ്പോ ഈ സെൻട്രൽ ആംഗിൾ നോക്കുക, അത് ആരപ്പോ ഈ ആംഗിൾ ഉണ്ടാക്കിയത്? ആർക്ക് എ ബി ആണ്. ഓൾട്ടർനേറ്റ് ആർക്കിൽ ഒരു ആംഗിൾ ഉണ്ടാക്കി എക്സ്. അതിനൊരു പ്രത്യേകത ഉണ്ട്, ഈ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും ഇത്. സെൻട്രൽ ആംഗിളിന്റെ ഹാഫ്. അപ്പൊ സെൻട്രൽ ആംഗിൾ എത്ര ഉണ്ടാകും? ഇവിടെ എക്സ് ഡിഗ്രി ആണ്. അപ്പൊ സെൻട്രൽ ആംഗിൾ എത്ര ഉണ്ടാകും? 2x ഡിഗ്രി. ഈ പോയിന്റ് ശ്രദ്ധിച്ചു വെക്കുക. അതാണ് അടുത്ത പോയിന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോ ഒരു ആർക്ക് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഒരു ആംഗിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ആംഗിള് ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിളിലാണ്. അത് സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും ഇവിടെ വരുന്നത്. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു 100 ഡിഗ്രി, ഇവിടെ ഒരു 100 ഡിഗ്രി, ഇവിടെ എത്ര ഉണ്ടാകും? 50 ഡിഗ്രി ഉണ്ടാകും. ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ 50 ഡിഗ്രി ഉണ്ടാകും. ഓക്കെ, ഇനി നേരെ തിരിച്ചു പറയാം. ഇവിടെയാണ് ആംഗിൾ ഉണ്ടാക്കുന്നത് വിചാരിക്കാം, ഇവിടെയാണ് ആംഗിൾ ഉണ്ടാക്കുന്നത്. ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞത് എ പി ബി എന്ന് പറഞ്ഞ വലിയ ആർക്കാണ് താഴെ ഒരു ആംഗിൾ ഉണ്ടാക്കിയത്. വേണമെങ്കിൽ പേര് കൊടുക്കാം, എ ഇ ബി. ഇത് എത്ര ഡിഗ്രി ഉണ്ടാകും? ഈ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിരിക്കും. നോക്കാം, വലിയ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണല്ലോ ഇത്. വലിയ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ അല്ലത്. വലിയ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എത്ര വരുന്നത്? 100 ആവുമ്പോ അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 360 ഡിഗ്രി കിട്ടണം. അപ്പൊ ബാക്കി 260 ഡിഗ്രി. അപ്പൊ ഈ 260 ഡിഗ്രിയുടെ ഹാഫ് ആയിരിക്കും ഇവിടെ വരിക, 130 ഡിഗ്രി. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കും, ഈ ഒരു റിലേഷൻ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇവിടെ 100 ആവുമ്പോ അതിന്റെ ഹാഫ് ആണ് 50 ഡിഗ്രി മുകളിൽ വന്നത്. ഇനി ഇവിടെ വരുന്നത് ഈ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ് 260 ആണല്ലോ ഇവിടെ, അതിന്റെ ഹാഫ് 130. ഓക്കെ, ഇനി ഇവിടെ റിലേഷൻ നോക്കുക. ഈ മുകളിലത്തെ ആംഗിളും ഈ താഴത്തെ ആംഗിളും ആഡ് ചെയ്താൽ 180 ഡിഗ്രി ആയിരിക്കണം. ഈ മുകളിലത്തെ ആംഗിളും ഈ താഴത്തെ ആംഗിളും ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര വരുന്നത്? 50 പ്ലസ് 130 ഡിഗ്രി. 50 പ്ലസ് 130 ഡിഗ്രി എത്ര വരുന്നത്? 180. 180 ഡിഗ്രി എന്തായാലും നിർബന്ധമായിട്ടും അത് കിട്ടും. ഓക്കെ, 50 ഡിഗ്രി പ്ലസ് 130 ഡിഗ്രി 180 ഡിഗ്രി. ഓക്കെ, ഇനി നാലാമത്തെ പോയിന്റ് നോക്കാം നമുക്ക്. നാലാമത്തെ പോയിന്റ് ഡ്രോയിങ് ആണ്. ഡ്രോയിങ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് ചിത്രം വരയ്ക്കാൻ പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എഴുതാം നമുക്ക്. നോക്കിക്കോ, ഡ്രോ എ triangle of circumradius of circumradius 3.5 centimeter, 3.5 centimeter with angles 180
with angles 40 degree and 60 degree. Okay. Okay, listen. Question ശ്രദ്ധിച്ചോ? എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ? Draw a triangle of circumradius 3.5 centimeters with angles 40 degree and 60 degree. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു 3 മാർക്ക് സെക്ഷനിൽ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെ ചെയ്യാൻ നോക്കുക? ഒന്നും കൂടെ ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിച്ചോ? Draw a triangle of circumradius 3.5 centimeter with angles 40 degree and 60 degree. സർക്കം റേഡിയസ് ആണ്. സർക്കം റേഡിയസ് എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിന്റെ പുറത്താണ് സർക്കിൾ വരേണ്ടത്. ചുരുക്കി പറഞ്ഞ ഇങ്ങനെയാണ് വരുന്നത്. ട്രയാങ്കിളിന്റെ എല്ലാ പോയിന്റും ഓൺ ദ സർക്കിൾ. ട്രയാങ്കിളിന്റെ 1 2 3 പോയിന്റ് ഓൺ ദ സർക്കിളിലായിരിക്കണം. അങ്ങനെയുള്ള സർക്കിളിനെ പറയുന്ന പേരാണ് സർക്കം സർക്കിൾ. അപ്പൊ ഇതുപോലെ ഒരു ട്രയാങ്കിൾ ആണ് നിങ്ങൾ വരക്കേണ്ടത്. അതിന്റെ ആംഗിൾസ് 40 ഡിഗ്രിയും 60 ഡിഗ്രിയും ആയിരിക്കും വേണം. പിന്നെന്താ പറയുന്നത്? ആ റേഡിയസ് 3.5 സെന്റിമീറ്റർ കിട്ടും വേണം. അപ്പൊ എങ്ങനെ നമ്മൾ വരയ്ക്കും? അപ്പൊ ആദ്യം നമ്മൾ വരക്കേണ്ടത്, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി, നിങ്ങൾ ക്ലാസ്സിലൊക്കെ ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോവാണ്. ഓക്കെ, ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോവാണ്. ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 3.5 സെന്റിമീറ്റർ ഒരു സർക്കിൾ വരയ്ക്കുക. റേഡിയസ് എടുക്കുക, കോമ്പസിൽ റേഡിയസ് എടുക്കുക. എന്നിട്ട് 3.5 സെന്റിമീറ്റർ സെന്റിമീറ്റർ എടുത്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കും. റേഡിയസ് എത്ര എടുക്കണം? 3.5 സെന്റിമീറ്റർ കോമ്പസിൽ എടുത്തിട്ട് ഒരു സർക്കിൾ വരച്ചു. എന്നിട്ടൊരു റേഡിയസ് ഇവിടെ കൊടുക്കുക. ഓക്കെ, റേഡിയസ് കൊടുത്തു. ഇനി നമുക്ക് ആംഗിൾ വേണ്ടത് നോക്കുക. 40 ഡിഗ്രി 60 ഡിഗ്രി. ഈ 40 ഡിഗ്രി ആണ് നമുക്ക് സൈഡ്. ഇവിടെ ഉദാഹരണത്തിന് ഇവിടെ 40 ഡിഗ്രി, ഇവിടെ 60 ഡിഗ്രി. ഇവിടെ 40 ഡിഗ്രി വേണമെങ്കിൽ സെന്ററിൽ എത്ര വേണം? അതിന്റെ ഡബിള് വരണം കേട്ടോ. ഇവിടെ 80 വന്നാലല്ലേ ഇവിടെ 40 ആവുള്ളൂ. ഇവിടെ 60 കിട്ടണമെങ്കിൽ ഇവിടെ എത്ര കിട്ടണം? 120 കിട്ടണം. ഓക്കെ, അപ്പൊ നമുക്ക് 40 കിട്ടണമെങ്കിൽ സെന്ററിൽ അതിന്റെ ഡബിള് വേണം. അതുപോലെ 60 കിട്ടണമെങ്കിൽ അതിന്റെ ഡബിൾ സെന്ററിൽ വേണം. അപ്പൊ നമ്മൾ ഇതിന്റെ ഡബിൾ എടുത്തു. ഇതിന്റെ ഡബിൾ എത്രയാണ്? ഇതിന്റെ ഡബിൾ വരുന്നത് 40ന്റെ ഡബിൾ 80 ഡിഗ്രി. ഇതിന്റെ ഡബിള് 120 ഡിഗ്രി. ഓക്കെ, അപ്പൊ നമ്മൾ ഡബിൾ എടുത്തു. പ്രൊട്രാക്ട് ഇവിടെ വെച്ചു. പ്രൊട്രാക്ട് ഇവിടെ വെച്ചു. ഓക്കെ, പ്രൊട്രാക്ട് ഇവിടെ വെച്ചു. നമ്മൾ ആദ്യം 80 ഡിഗ്രി എടുക്കുക. 80 ഡിഗ്രി നമ്മൾ പ്രൊട്രാക്ടറിൽ 80 ഡിഗ്രി മാർക്ക് ചെയ്യാം. പ്രൊട്രാക്ടറിൽ 80 ഡിഗ്രി മാർക്ക് ചെയ്തു. ഇനി പ്രൊട്രാക്ടർ വീണ്ടും വെച്ച് 120. പ്രൊട്രാക്ടർ ഇവിടെ വെക്കണ്ടി. ഇവിടെ പ്രൊട്രാക്ടർ വെച്ചു. ഓക്കെ, പ്രൊട്രാക്ടർ ഇവിടെ വെച്ചു 120. ഇങ്ങോട്ട് വെച്ചാൽ 90 ആണ്. ഇങ്ങോട്ട് വെച്ചാൽ 120. 120 കിട്ടണമെങ്കിൽ ഏകദേശം ഇങ്ങനെ കിട്ടണം. ഒരു 120 ഉണ്ട് എന്ന് വിചാരിക്കുക. 120. ഓക്കെ, ഇനി നമ്മളിത് ജോയിൻ ചെയ്യാം. ഇതാണ് നമ്മളോട് ആവശ്യപ്പെട്ട ട്രയാങ്കിൾ ABC. ഇവിടെ 120 ആകുമ്പോൾ ഈ ആംഗിള് 60 ഡിഗ്രി ഉണ്ടാകും. ഇവിടെ 80 ഡിഗ്രി കേട്ടോ. ഇവിടെ 80 ഡിഗ്രി ആകുമ്പോൾ ഇവിടെ 40 ഡിഗ്രി. നിങ്ങള് ക്ലാസ്സിൽ ചെയ്ത കാര്യം തന്നെയാണ്, അതുകൊണ്ട് ഞാനത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ സർക്കം റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. ട്രയാങ്കിളിന്റെ പുറത്താണ് മാറിപ്പോയത്. സർക്കം സർക്കിൾ എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിന്റെ പുറത്താണ്. നമ്മൾ ടാൻജന്റിൽ ഇൻസർക്കിൾ പഠിക്കുന്നുണ്ട്.
ഇൻസർക്കിൾ എന്ന് പറഞ്ഞാൽ ഉള്ളിലാണ് വരുന്നത്. ഇതാണ് ഇൻസർക്കിൾ. രണ്ടും മാറിപ്പോകരുത്. ഇത് സർക്കം സർക്കിൾ, ഇത് ഇൻസർക്കിൾ. ഓക്കെ. സർക്കിൾസ് കേട്ടോ. ഇനി അടുത്ത പോയിന്റ് വെക്കുക. 5ാമത്തെ പോയിന്റ് പറയട്ടെ. ക്ലിയർ അല്ലേ? 5ാമത്തെ പോയിന്റ് പറയാലോ? ശ്രദ്ധിക്കാം. 5ാമത്തെ പോയിന്റ് പറയുന്നത് സൈക്ലിക് കോർഡിനേറ്ററിനെ പറ്റിയാണ്. സൈക്ലിക് കോർഡിനേറ്റർ. സൈക്ലിക് കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിൽ വരക്കുന്ന കോർഡിനേറ്റർ. എങ്ങനെങ്കിലും വരച്ചാ പോരാ, ആ കോർഡിനേറ്ററിന്റെ 4 വെർട്ടിസസും ഓൺ ദ സർക്കിളിലായിരിക്കണം. ഇപ്പൊ നോക്ക്, ഈ ഒരു കോർഡിനേറ്റർ നോക്ക്. ഇതിന്റെ 4th എ എന്ന വെർട്ടെക്സ് ഓൺ ദ സർക്കിളിലാണ്, ബി എന്ന വെർട്ടെക്സ് ഓൺ ദ സർക്കിളിലാണ്, സി എന്ന വെർട്ടെക്സ് ഓൺ ദ സർക്കിളിലാണ്, ഡി എന്ന വെർട്ടെക്സ് ഓൺ ദ സർക്കിളിലാണ്. ഇങ്ങനെ വരക്കുന്ന കോർഡിനേറ്റർ ആണ് സൈക്ലിക് കോർഡിനേറ്റർ എന്ന് പറയുന്നത്. സൈക്ലിക് കോർഡിനേറ്റർ എന്ന് പറഞ്ഞാല് 4 വെർട്ടിസസ് ആർ ഓൺ ദ സർക്കിൾ. ഒരു കോർഡിനേറ്ററിന്റെ 4 വെർട്ടിസസും ഓൺ ദ സർക്കിൾ ആണെങ്കിൽ അതിന് പറയുന്ന പേരാണ് സൈക്ലിക് കോർഡിനേറ്റർ. ഇതിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. ഈ ആംഗിളും ഇതാണ് ഓപ്പോസിറ്റ് ആംഗിൾസ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി. ആംഗിൾ സിയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സപ്ലിമെന്ററി ആയിരിക്കും. സപ്ലിമെന്ററി മീൻസ് 180 ഡിഗ്രി ആയിരിക്കും. സപ്ലിമെന്ററി മീൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടുന്നതിനാണ് എന്ത് പറയുന്നത്? സപ്ലിമെന്ററി എന്ന് പറയുന്നത്. ഇപ്പൊ സൈക്ലിക് കോർഡിനേറ്റർ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ഡിഗ്രി ആയിരിക്കും. ഇനി ഇവിടെ നോക്ക്, ഇതൊരു ഓപ്പോസിറ്റ് ആംഗിൾസ് അല്ലേ? ഏതെങ്കിലും ഒന്ന് നോക്കിയാൽ മതി, ഓട്ടോമാറ്റിക് ആയിട്ട് 180 ഡിഗ്രി ആയിരിക്കും. ഇവിടെ നോക്ക്, ആംഗിൾ ഡി. ഇവിടെ നോക്ക്, ആംഗിൾ ബി. എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 360 ഡിഗ്രി. അപ്പൊ സൈക്ലിക് കോർഡിനേറ്റർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്ത് നോക്കുക. ഓപ്പോസിറ്റ് ആംഗിൾസ് ആഡ് ചെയ്താൽ 180 ഡിഗ്രി കിട്ടും. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അത് സൈക്ലിക് കോർഡിനേറ്റർ ആണ്, അല്ലെങ്കിൽ അത് സൈക്ലിക് കോർഡിനേറ്റർ അല്ല. ഓക്കെ. ഇനി ഏതൊക്കെ ടൈപ്പ് കോർഡിനേറ്ററുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതിൽ ഏതൊക്കെയാണ് സൈക്ലിക്, അതും കൂടെ ഈ ഭാഗത്ത് അറിഞ്ഞിരിക്കണം. ഇതിൽ നമുക്ക് സ്ക്വയർ സൈക്ലിക് ആണ്. 90 ഡിഗ്രി എല്ലാം 90 ഡിഗ്രി ആണ്. അപ്പൊ ഓപ്പോസിറ്റ് ആഡ് ചെയ്താൽ 180 കിട്ടും. റെക്റ്റാങ്കിളും സൈക്ലിക് ആണ്. പിന്നെ വരുന്നത് റോംബസ് ഇല്ല, പാരലലോഗ്രാം ഇല്ല, റോംബസ് ഇല്ല. പിന്നെ വരുന്നത് ഐസോസിലസ് ട്രപ്പീസിയം ആണ്. ട്രപ്പീസിയോ ഇല്ല, ഐസോസിലസ് ട്രപ്പീസിയം. ഐസോസിലസ് ട്രപ്പീസിയം ഈ രണ്ട് സൈഡ് ഈക്വൽ ആയിട്ടുള്ള ഈ ആംഗിളും 180 ഡിഗ്രി ആയിരിക്കും. ഇത് രണ്ടും 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ മൂന്നെണ്ണം ഏതൊക്കെയാണ്? സ്ക്വയർ വരുന്നുണ്ട്, അതുപോലെ റെക്റ്റാങ്കിൾ വരുന്നുണ്ട്, അതുപോലെ വരുന്നത് ഐസോസിലസ് ട്രപ്പീസിയം. ഓക്കെ, ഐസോസിലസ് ട്രപ്പീസിയം. ഈ മൂന്ന്
സൈക്ലിക് ആയിട്ട് വരുന്നത്. ബാക്കിയുള്ളതൊന്നും സൈക്ലിക് അല്ല. അത് ആ ഭാഗം ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു